വീണ്ടും കഥയിലേക്ക്. അതേസമയം അരുവിയിൽ വസിച്ചിരുന്ന വെള്ളത്താറാവ് 3 മുട്ടയിട്ടു. അസാധാരണമായ വലിപ്പമുണ്ടായിരുന്ന ആ മുട്ടകൾ വിരിഞ്ഞപ്പോൾ 3 ആൺശിശുക്കൾ പുറത്തു വന്നു. അമ്മയായ വെള്ളത്താറാവ് വളരെ ശ്രദ്ധയോടെ അവരെ വളർത്തി. സന്തുഷ്ടരും ആരോഗ്യന്മാരുമായി അവർ വളർന്നു. അവർ അധികം താമസിയാതെ തന്നെ അരുവിയിൽ നീന്തിക്കളിക്കാനും തുടങ്ങി. ധീരന്മാരും സാഹസികരുമായ ആ കുട്ടികൾ പലപ്പോഴും വെള്ളത്തിൽ നിന്ന് പുറത്തു കടന്ന് കൊട്ടാരത്തിനടുത്ത് ചുറ്റി നടക്കാൻ തുടങ്ങി. രാജകൊട്ടാരം അവരെ വല്ലാതെ ആകർഷിച്ചു. അമ്മ താറാവ് അരുവിയിലേക്ക് അവരെ തിരികെ വിളിക്കുമെങ്കിലും മക്കൾ ആ വാക്കുകൾ ശ്രദ്ധിക്കുകയോ വകവെക്കുകയോ ചെയ്തില്ല. ഒരിക്കൽ കൊട്ടാരത്തിന് സമീപം ചുറ്റിത്തിരിഞ്ഞ് നടന്ന കുട്ടികൾ രാജകുമാരന്റെ തിരുമുറ്റത്തേക്ക് നടന്നു. രൂപം മാറിയ മന്ത്രവാദിനി വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളെ തിരിച്ചറിഞ്ഞു. അവരെ ഒഴിവാക്കിയില്ലെങ്കിൽ തൻ്റെ പദ്ധതികളെല്ലാം പൊളിയും എന്ന് മനസ്സിലാക്കിയ മന്ത്രവാദിനി കുട്ടികളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. രുചികരമായ കേക്കും മധുരപലഹാരങ്ങളും നൽകി. വയറു നിറഞ്ഞ കുട്ടികൾക്ക് അവൾ പതുപതുത്ത കിടക്ക കാട്ടിക്കൊടുത്തു. അധികം താമസിയാതെ അവർ ഉറക്കമായി. കുട്ടികളെ നശിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നു. അവൾ ഇളയ കുട്ടി ഉറങ്ങിയില്ല എന്ന കാര്യം ശ്രദ്ധിച്ചില്ല. അർദ്ധരാത്രിയായപ്പോൾ കുട്ടികളെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ മന്ത്രവാദിനി കുട്ടികൾ കിടക്കുന്ന മുറിയുടെ വാതിൽക്കലെത്തി.